മഹാമാരിയും പ്രതിസന്ധികളും വിട്ടൊഴിഞ്ഞ ഒരു പുതിയ കാലത്ത് ശബരിമല തീർത്ഥാടന കാലം കൂടി പൂർത്തിയാവുകയാണ്. ഈ വർഷത്തെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ടും മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില കാര്യങ്ങൾ ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേഷ് മോഹനര് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പറഞ്ഞതുപോലെ വലിയൊരു പ്രയാസകാലം താണ്ടിയാണ് പുതിയൊരു ശബരിമല തീർത്ഥാടന കാലം പൂർത്തിയാവുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു കഴിഞ്ഞുപോയ കാലത്തെയും ഈ വർഷത്തെ തീർത്ഥാടനത്തെയും? കുറച്ച് വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കൊറോണയും ഇനി വെള്ളപ്പൊക്കവും അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്ന് പലർക്കും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പലർക്കും ദീർഘകാലം വരാൻ പറ്റാതെയായി. പിന്നീടും ഒരുപാട് നിയന്ത്രണങ്ങളും ഒക്കെ ആയി. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പഴയ രീതിയിലുള്ള ഒരു തീർത്ഥാടനം കഴിഞ്ഞ വർഷം തൊട്ട് പിന്നെയും വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അത് ഈ വർഷവും അങ്ങനെ തന്നെ പോകുന്നു. എല്ലാവർക്കും നല്ല ദർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഭക്തരുടെ വലിയ ഒഴുക്കായിരുന്നു ഈ വർഷം ശബരിമലയിലേക്ക്. ശരാശരി 1 ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിൽ ഓരോ ദിവസവും വന്നുപോയി. എങ്ങനെയായിരുന്നു ഭക്തരുടെ ഭാഗത്തുനിന്നും ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. തന്ത്രി എന്നുള്ള നിലയിൽ ആ പരാതികൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെ എന്നല്ലേ ആഗ്രഹിക്കുന്നത്? ഞാൻ അത്തരം കാര്യങ്ങൾ അങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്തായാലും ഞാൻ ഈ തുടക്കം മുതലേ അത്രയേ ഉള്ളൂ, ഈ വരുന്നവർക്ക് നല്ല ദർശനം കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. തലമുറകളായി കൈമാറി വരുന്ന ഒരു അനുഗ്രഹമാണ് അയ്യപ്പനെ തന്ത്രിയായി സേവിക്കുക എന്നുള്ളത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവർക്ക്? അതായത് അനുഗ്രഹം ആകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാവും. അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെ തന്നെ ഇരിക്കും. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ വിലയിരുത്തുന്നില്ല. ഞാൻ അങ്ങനെ അതിനെ ഒരു വിലയിരുത്തുകയോ അല്ലെങ്കിൽ അതിനെ വീക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. താങ്കൾ നിരവധി ക്ഷേത്രങ്ങളിലടക്കം ഇതിനോടകം തന്നെ താന്ത്രിക വിദ്യ ചെയ്തു വന്നിട്ടുള്ള ആളാണ്. ശബരിമലയെ പ്രത്യേകമായി വിലയിരുത്തുമ്പോൾ ആ ക്ഷേത്രത്തിനുണ്ടാകുന്ന പ്രാധാന്യം എത്രമാത്രമാണ്? എങ്ങനെയാണ് ശബരിമല ശാസ്താവിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾ കരുതുന്നത്? ശബരിമലയുടെ പ്രത്യേകത മുമ്പ് സൂചിപ്പിച്ച തന്നെ ശരിക്കൊരു നമ്മളിലെല്ലാവരിലും ഉള്ള ഒരു ആധ്യാത്മികതയെ, നമ്മുടെ ഒരു ആത്മീയ ബോധത്തെ ഉണർത്താൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ശബരിമല തീർത്ഥാടനം. കാരണം ശബരിമലയിലേക്ക് വരുമ്പോൾ തന്നെ വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ജീവിത ശൈലിയിലേക്കും ആഹാരത്തിലായാലും നമ്മളുടെ നിത്യജീവിതത്തിലെ പെരുമാറ്റങ്ങളിലായാലും എല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ മാറുകയും അതിലൂടെ നമ്മുടെ മാനസികമായിട്ടും നമ്മുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും കൂടുതൽ നമ്മളിലുള്ളൊരു ഈശ്വരീയത അല്ലെങ്കിൽ ഒരു സാത്വികതയെ പുറത്ത് ഉള്ളുകയും അത് തുടർന്നുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം എല്ലാ ക്ഷേത്രങ്ങളും ഒരു ഊർജ്ജ കേന്ദ്രവും ഒരു ആധ്യാത്മിക കേന്ദ്രങ്ങളാണെങ്കിലും കൂടുതൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ശബരിമല തീർത്ഥാടനം എന്നുള്ള ആ ഒരു ആശയം കുറച്ചുകൂടെ വളരെ പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ വിശേഷ ദിവസമാണ് മകരവിളക്ക് ദിവസം എന്നുള്ളത്. മകര സംക്രമ പൂജയും മറ്റും സാധാരണ ഭക്തർക്കായി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? ശബരിമലയിലെ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശുദ്ധിക്രിയകളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിനും ബിംബത്തിനും ഒക്കെയുള്ള ശുദ്ധിക്രിയകൾ ചെയ്ത് സംക്രമപൂജയും നടത്തി അതിനുശേഷമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടത്തുകയും മകരജ്യോതി ദർശനം, തുടർന്നാണ് എഴുന്നള്ളത്തും. ഇത്തരം മകരവിളക്കും ഈ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിശേഷപ്പെട്ട ഇവിടെ മാത്രം നടക്കുന്നതായിട്ടുള്ള വിശേഷപ്പെട്ട കുറേ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മതമൈത്രിയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ശബരിമല. അതിന്റെ പരിപാവനത ആ നിലയിൽ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതല്ലേ? എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ആ നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയൊരു തീർത്ഥാടന കാലത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളോടെയാണ് അയ്യപ്പന്മാർ ശബരിമല കയറി വന്നത്. അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മകരവിളക്ക് മഹോത്സവത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്ത്രി അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം ലെവിൻ കെ വിജയൻ, റിപ്പോർട്ടർ, സന്നിധാനം.